ഹലോ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം കണ്ണൂരിലെ സ്നോ ലാൻഡ് എക്സ്പോയിലാണ്. ഞാൻ വെച്ചാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു 120 രൂപ. കുഴപ്പമില്ല, നല്ല തിരക്ക് കാണുന്നുണ്ട്. ഏതായാലും ഈ സ്നോ സിറ്റി എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാമല്ലോ. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് ഏരിയ ഒന്നും ആദ്യം കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയല്ലോ കിട്ടി. നീല വെളിച്ചത്തിൽ ആ സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ കയറി മുന്നോട്ട് പോയി. മോളെ, കമ്പിളി പുതപ്പ് എടുക്കണോ? തണുപ്പ് ഉണ്ടാവുമോ എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, വളരെ കാഴ്ചകളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്നാൽ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും. ധാരാളം പേര് ഇങ്ങനെ ഇത് കാണാൻ പോകുന്നുണ്ട്. ഈ പ്രത്യേകം ഉണ്ടാക്കിയ ആർട്ട് വർക്കിന് അവരെ എന്തായാലും അഭിനന്ദിക്കാണ്ട് നിവൃത്തിയില്ല. തീർച്ചയായും നല്ലൊരു പ്രത്യേക അനുഭൂതി തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ലോണം കാണാനുള്ള അടിപൊളിയായിട്ടുണ്ട് കാണാൻ അവർ ആർട്ട് വർക്കെല്ലാം. ഏസിൻ്റെ തണുപ്പാണ്, അല്ലാണ്ട് ഒറിജിനൽ ഐസൊന്നല്ല. ടെർമോക്കോള്, വാൾപുട്ടി അങ്ങനത്തെ സംഭവമെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാലും നല്ല രസമെല്ലാം ഉണ്ട്. നല്ല തിരക്കുണ്ട്. ഇങ്ങോട്ട് കുറേ കൂടി ഉള്ളോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് നല്ല തിരക്കുകൾ കണ്ടു. പിന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കേണ്ട സംവിധാനമുണ്ട്. ഫോട്ടോന് പ്രത്യേക ചാർജൊന്നും അവരെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് ആ ജീവിക്ക് പേടിയായി എന്നൊരു സംശയം അല്ലേ മോളെ? അതുപോലെ പല ഈ മഞ്ഞിൽ ജീവിക്കുന്ന ജീവികൾ കുറേ രൂപങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. അപ്പം അച്ഛൻ കുറേയോട്ട് എന്നെ പറ്റിച്ച്, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടെല്ലാം പറ്റിച്ച്. അതുകൊണ്ടാണ്. അതുപോലെ ആന, വെള്ളയാനയുണ്ട്, ഐരാവതം. അത് മഞ്ഞിൽ അങ്ങനത്തെ ആനയുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇടിപ്പം കാണുന്നുണ്ട്. കുട്ടികളുണ്ട്, ചെറിയ ഒരു ആനക്കുട്ടിയുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണെല്ലാം വളരെ രസമുണ്ട്. ഞാൻ ആ കണ്ണിനെ പ്രത്യേകം സൂം ചെയ്ത് നോക്കി അതെന്താ സംഭവം. അപ്പോൾ അതൊക്കെ നല്ല രസമായി തോന്നി. കുട്ടിയാനയുണ്ട്. അത് എവിടെയും അങ്ങനെയുള്ള ആനകൾക്ക് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് തോന്നും നമുക്ക്. പിന്നെ കുറേ കാർട്ടൂൺ മുഖങ്ങളുണ്ട്. എല്ലാം കൊണ്ട് കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരും ഫോട്ടോ എടുക്കലാണ് മെയിൻ. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. പിന്നെ ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഓണം ഫെയർ. പല നിറത്തിലുള്ള ഹൽവകൾ ഇവിടെയുണ്ട്. നല്ല രുചിയാണ്, പക്ഷെ കഴിച്ചിട്ടില്ല. ഓണം ഫെയറിൽ നമ്മൾ പല കാര്യങ്ങളും രസകരങ്ങളായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതിനെന്താ പറയുക മോളെ, നമ്മൾ പണ്ട് പുല്ലുമുട്ടായി അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. കടിക്കുമ്പം പ്രത്യേകിച്ച് മൂക്കിനെല്ലാം വേഗം പൊട്ടിപ്പിടിക്കുന്നു. ഏതായാലും അത് നല്ല കഴിച്ച് ഇങ്ങനെ. പിന്നെ സ്പോട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞ സംഭവം കുറേ നേരം നമ്മൾ നോക്കി.
കോട്ടിലെത്തി 2 ഐസ്ക്രീം പാസാക്കി പിന്നെ 3Dയിൽ പോയി നമ്മൾ 3D സിനിമ ഒരാൾക്ക് 150 രൂപയാണ് ഇതിന്. വിസ്മയ കാഴ്ചകളാണ് നമുക്ക് കാണുക. മോള് മാത്രമേ കയറിയിട്ടുള്ളൂ, ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ കാണാൻ എങ്ങനെയുണ്ട്? രസമുണ്ടോ? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ ഫുഡ് കോർട്ട്, മറ്റു കാര്യങ്ങളുണ്ട്. കളിക്കേണ്ടവർക്കുള്ള എല്ലാ തോണി, അതുപോലെ ആകാശ തൊട്ടിൽ എല്ലാം ഉണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട്. ഛർദ്ദിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ കയറിയിട്ട് വേണമെങ്കിൽ ഛർദ്ദിക്കുകയും ചെയ്യാം. പ്രദർശനം 29 വരെയാണ്. അങ്ങനെ ഒരു നല്ല സമയം, തണുപ്പ് ഐസിനോട് മല്ലടിച്ചു. അതോടൊപ്പം കുറേ സന്തോഷകരമായ നിമിഷങ്ങളും കിട്ടിക്കഴിഞ്ഞു. എന്തുതന്നെയായാലും ഇത് വളരെ നന്നായ ഒരു പ്രദർശനം തന്നെയാണ്.